ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് പെരിഞ്ജീരകം, ഇതിലേക്ക് കുറച്ച് സവാള മുറിച്ചതും അതേപോലെ ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ആക്കണം. ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ ഓണിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.